അല്ല, അദ്ദേഹം ഒരു ജനതാദൾ കൃത്യമായിട്ട് അവരുടെ വ്യക്തിയെ പുറത്താക്കിയിരിക്കുന്നു. സർക്കാർ അവർ ചെയ്യുന്ന നിലപാടുകൾ എടുക്കുന്നു. അവിടെ പരാജയം സംഭവിക്കാലോ എന്തെങ്കിലും സർക്കാർ ചെയ്യേണ്ട പ്രവർത്തികൾ കൃത്യമായി ചെയ്യാതിരിക്കുകയോ ചെയ്താൽ കേന്ദ്രം ഇടപെടേണ്ട സമയത്ത് അല്ലെങ്കിൽ BJP ഇടപെടേണ്ട വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടും. ഞാൻ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ചോദ്യം അല്ല ചോദിക്കുന്നത് സി ഉമേഷ്. ഇതിനകത്ത് എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ രാഷ്ട്രീയ ലൈൻ എന്താണ് എന്നാണ് ശിവല്ലാസ് ബാബു എന്റെ ചോദ്യം. ഈ വക റേപ്പിസ്റ്റുകൾ, നിങ്ങൾ NDA സഖ്യത്തിന് വേണ്ടി മോദിയുടെ പടം വെച്ച് വോട്ട് പിടിച്ച ആളെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇമാതിരി ആളുകളെ വേണ്ട എന്ന് എന്തുകൊണ്ടാണ് മോദി പ്രസംഗിക്കാത്തത്? കാരണം മോദിക്കെതിരെ ഇതൊരു വലിയ അലിഗേഷനായിട്ട് അപ്പുറത്ത് ഉയർത്തുകയാണ്. അല്ല, അവരത് ഉപയോഗിക്കുമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വക സൂത്രപ്പണികൾ മുഴുവൻ അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കർണാടകയിൽ ഇരുന്ന് എല്ലാവിധ തരത്തിലുള്ള സഹായങ്ങളും മനഃപൂർവ്വം ചെയ്തു കൊടുത്ത് സീതാരാമയ്യയും ശിവകുമാറും അടക്കമുള്ള ആളുകളല്ലേ. സീതാരാമയ്യയും ശിവകുമാറും അടക്കമുള്ള ആളുകൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ശിവകുമാർ എന്താ പറഞ്ഞത്? അങ്ങനെ കുറച്ച് ആളുകൾ പറയുന്നത് കേട്ട് എനിക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്ന് ശിവകുമാറല്ലേ പറഞ്ഞത്? സീതാരാമയ്യോടാണ് രാഹുൽ ചോദിക്കേണ്ടത്, BJP നേതാക്കന്മാരോടും അല്ല. അല്ല, നിങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ അവർ. നിങ്ങളുടെ നിലപാടെന്താണ് എന്റെ ചോദ്യം. കോൺഗ്രസിനോട് നിങ്ങൾ ചോദിച്ചോളൂ. കോൺഗ്രസിനോട് വാട്ട് അബൌട്ട് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ നയം എന്താണ്? ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ഇദ്ദേഹം ഈ പ്രജ്വൽ രേവണ്ണക്കെതിരായിട്ടുള്ള സെക്സ് ടേപ്പ് ആരോപണം പുതിയ ഒന്നല്ല. 2 വർഷം മുമ്പ് സമാനമായ സംഗതി ഉണ്ടായിട്ടുണ്ട്. അന്ന് മോർഫിംഗ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹം കോടതിയിൽ പോയി ഒരു ടേക്ക് ഡൗൺ ഓർഡർ വാങ്ങിച്ചു മാധ്യമങ്ങൾക്കെതിരെ. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണമുണ്ട്. ഈ സൈക്കോപാത്താണെന്നുള്ള പ്രശ്നം നേരത്തെ മുതൽ തന്നെ ഉണ്ട്. ഇവരുമായി സഖ്യം ഉണ്ടാക്കും നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ വിയോജിപ്പുകളുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് നിങ്ങളുടെ സംസ്ഥാന ലീഡർഷിപ്പ് കത്തയക്കുന്നുണ്ട്. ഇതൊരു ഡൈനാസ്റ്റി പാർട്ടിയാണ്, നമുക്കതിനോട് ചേർന്നാൽ ശരിയാവില്ല. വേറെ ചില ആളുകൾ ഇതിനകത്തുള്ള കുഴപ്പക്കാരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെയാണ് നിങ്ങൾ സഖ്യം ഉണ്ടാക്കിയത് എന്നത് നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണ്. അതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല, കൂടാരത്തിൽ അറിയാതെ വന്ന് കയറിപ്പോയി എന്നുള്ള വാദമൊന്നും പറയാൻ കഴിയുന്ന കേസല്ല സി ഉല്ലാസ് ഇത്.